റിപ്പോർട്ട് ബ്രേക്കിംഗ് വാർത്തയിലേക്കാണ് നമ്മൾ പോകുന്നത്. MVD ലേണേഴ്സ് പരീക്ഷയിൽ ഗുരുതര പിഴവ്. ശരിയുത്തരം നൽകിയാലും തോൽപ്പിച്ച സോഫ്റ്റ്വെയർ. ലേണേഴ്സ് പരീക്ഷയിൽ തെറ്റായ ഉത്തരങ്ങൾ ശരിയായി കാണിക്കുന്നുവെന്നാണ് പരാതി. MVD ലീഡ്സ് ആപ്പിലെ സിലബസിലാണ് തെറ്റായ ഉത്തരങ്ങൾ. MVD ഉദ്യോഗസ്ഥരുടെ ഗുരുതര വീഴ്ചയാണ് പിന്നിലെന്നാണ് ആരോപണം. അഷിൻ ഡിയാഗോയാണ് ചേരുന്നത്. അഷിൻ, അടിമുടി പിഴവുകളാണെന്നാണ് പലരും പരാതിപ്പെടുന്നത്. ശരിയുത്തരം നൽകിയാലും തോൽക്കുന്ന അവസ്ഥ, അതെന്താണ് സംഭവിക്കുന്നത്? അമിത, സംസ്ഥാനത്തെ ഡ്രൈവിംഗ് ലൈസൻസുകളുടെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നതിന് കഴിഞ്ഞ മന്ത്രിയായിരുന്ന ഗണേഷ് കുമാറാണ് ഈ പരീക്ഷയുടെ കാഠിന്യം വർദ്ധിപ്പിച്ചത്. 30 ചോദ്യങ്ങളിൽ 18 ശരിയാക്കിയാൽ മാത്രമേ ഈ ലൈസൻസിന്റെ ആദ്യപടിയായ ലേണേഴ്സ് പാസ്സാവുകയുള്ളൂ. ഈ ലേണേഴ്സ് പരീക്ഷയിൽ തന്നെ നിലവിലിപ്പോൾ നടത്തുന്നത് ഗുരുതരമായിട്ടുള്ള പിഴവുകളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ ലേണേഴ്സ് പരീക്ഷയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടുള്ളതാണ് MVDയുടെ ലീഡ്സ് ആപ്പ്. ലീഡ്സ് ആപ്പ് വഴിയാണ് നിലവിലിപ്പോൾ ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് സിലബസ് നൽകുന്നത്. മാത്രമല്ല, ഇതിൽ മോക്ക് ടെസ്റ്റ് അടക്കമുണ്ട്. ഈ ടെസ്റ്റിൽ നിന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് പിന്നീട് ലേണേഴ്സ് എടുക്കാൻ വരുമ്പോൾ അവരോട് ചോദിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത്, ഇപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ കറക്റ്റ് ഉത്തരം നൽകിയാലും ഈ സോഫ്റ്റ്വെയറിൽ ഉദ്യോഗസ്ഥർ നൽകിയിരിക്കുന്നത് തെറ്റായ ഉത്തരമാണ്. അതുകൊണ്ട് ഇപ്പോൾ ഉദ്യോഗാർത്ഥി, ഈ പരീക്ഷ എഴുതുന്ന വിദ്യാർത്ഥി ശരിയായ ഉത്തരം നൽകിയാലും അതിനവിടെ മാർക്ക് ലഭിക്കില്ല. പകരം അതിന് കാരണം നേരത്തെ തന്നെ ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത് ഏത് ചോദ്യമാണെന്നതിന് തെറ്റായ ഉത്തരമായിരിക്കാം ഉദ്യോഗസ്ഥർ നൽകിയിട്ടുള്ളത്. പക്ഷേ കറക്റ്റ് ഉത്തരമായിരിക്കാം ആ വിദ്യാർത്ഥി അതിൽ സെലക്ട് ചെയ്തിട്ടുണ്ടാവുക. ഇതാണ് ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾ കൂട്ടത്തോടെ പരാജയപ്പെടുന്നു എന്നുള്ളതാണ്. ഈ ലേണേഴ്സ് ടെസ്റ്റിൽ ഇങ്ങനെ പല ചോദ്യങ്ങളും 30 ചോദ്യങ്ങളിൽ ഏതാണ്ട് 80% തെറ്റുത്തരം നൽകിയിട്ടുള്ള ചോദ്യങ്ങളാണ് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന്റെ സ്ക്രീൻഷോട്ടുകൾ അടക്കം നമുക്ക് ലഭിച്ചിട്ടുമുണ്ട്. അത് ആ ചോദ്യങ്ങളിൽ തന്നെ ഉണ്ട്. ആദ്യം കാണിക്കുന്നത് ശരി ഉത്തരം, പക്ഷേ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ശരി ഉത്തരമായി നൽകിയിട്ടുള്ളത് മറ്റൊരു തെറ്റുത്തരവുമാണ് എന്നുള്ളത് നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ മനസ്സിലാകുന്നുണ്ട്. ഇത്തരത്തിലുള്ള 30 ചോദ്യങ്ങളാണ് വരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ ചോദ്യങ്ങളെല്ലാം തയ്യാറാക്കുന്നത്. ഈ ലീഡ്സ് ആപ്പിനു വേണ്ടി ചോദ്യങ്ങൾ തയ്യാറാക്കുന്ന മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥരാണ്. ഈ ഉദ്യോഗസ്ഥർക്ക് പറ്റിയിട്ടുള്ള ഗുരുതര വീഴ്ച മൂലമാണ് ഈ വിദ്യാർത്ഥികളൊക്കെ കൂട്ടത്തോടെ പരാജയപ്പെടാൻ കാരണം എന്നുള്ളതാണ്. മാത്രമല്ല, ഇവർക്ക് വീണ്ടും റീടെസ്റ്റിനൊക്കെ പോകുമ്പോൾ സ്ലോട്ട് കിട്ടാത്ത ഒരു സാഹചര്യം കൂടി നിലവിലുണ്ട്. ഇത് അടിയന്തരമായി പരിഹരിച്ചില്ലെങ്കിൽ വലിയൊരു പ്രതിസന്ധിയാണ് ലേണേഴ്സ് പരീക്ഷ എഴുതാൻ വരുന്ന വിദ്യാർത്ഥികൾ നേരിടുന്നത്. വിനീത, ശരി, അഷിൻ ഡിയാഗോ ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ശരിയുത്തരം നൽകിയാലും തോൽപ്പിക്കുന്ന ഒരു സോഫ്റ്റ്വെയർ, എന്തൊരു പണിയാണിതല്ലേ. ഉദ്യോഗസ്ഥരുടെ പിഴവാണ്, അത് ഉടൻ പരിഹരിക്കണമെന്നതാണ്. MVD ഏതായാലും ഈ വാർത്ത കണ്ടിട്ടെങ്കിലും ഈ വിഷയത്തിൽ ഇടപെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഗുരുതരമായ ഒരു പിഴവ് തന്നെയാണ്. അഷിൻ ഡിയാഗോയാണ് വിശദാംശങ്ങൾ നൽകിയത്.